നമസ്കാരം, ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. MRF-ൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സ്, മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ്, മെയിൻ്റനൻസ് സൂപ്പർവൈസേഴ്സ് അങ്ങനെ നിരവധി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ MRF റിക്രൂട്ട്മെന്റിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എലിജിബിൾ ആയിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുന്നതിന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഇന്ന് പേപ്പറിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 7 ദിവസത്തിനകം അയക്കുവാനാണ് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് താല്പര്യമുള്ളവരെ, എലിജിബിൾ ആയിട്ടുള്ളവരെ എത്രയും വേഗം ഓൺലൈനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാമാണ് പൂർണ്ണമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണുകയും അതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ യഥാസമയം ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പമുള്ള ബെൽ ബട്ടണിൽ ഓൾന്നുകൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ മൊബൈൽ ലഭിക്കുകയും ചെയ്യും. അതുപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ. MRF നമുക്കറിയാം, മദ്രാസ് റബ്ബർ ഫാക്ടറിയാണ് MRF എന്ന ചുരുക്കപ്പേര് എല്ലാം അറിയപ്പെടുന്ന MRF എന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ മാനുഫാക്ചറിങ് കമ്പനിയാണ് MRF. ഏഷ്യയിലെ, ലോകത്തിലെ തന്നെ 6ാമത്തെ ഏറ്റവും വലിയ ടയർ മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് MRF മാറിക്കഴിഞ്ഞു. ചെന്നൈയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്, തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഹെഡ്ക്വാർട്ടേഴ്സും. ഏകദേശം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളായി 10ഓളം മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ഉണ്ട്. കേരളത്തിലാണ് കോട്ടയത്ത് വടവാതൂരിടത്ത് സ്ഥാപനമുണ്ട്. തിരുവട്ടിയൂർ ചെന്നൈയിലെ, ആറക്കോണം ഗോവ, പുതുശ്ശേരി, കോട്ടയം കൂടാതെ മേടക്ക്, അങ്കൽപ്പള്ളി അത് ഹൈദരാബാദിനടുത്താണ്, ട്രിച്ചി 2 പ്ലാന്റുകളുണ്ട്. ഗുജറാത്തിലെ ദഹേജിലുണ്ട്. ടയർ പ്രോഡക്റ്റിലെ ടയർ, ട്രെഡ്, ട്യൂബ്, കൺവെയർ ബെൽറ്റ്, പെയിന്റ്, ടോയ്സ് അങ്ങനെ വിവിധങ്ങളായ പ്രൊഡക്റ്റുകളാണ് MRF മാനുഫാക്ചർ ചെയ്യുന്നത്. MRF-ലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ സൂപ്പർവൈസേഴ്സിന് വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ് അങ്ങനെയുള്ള ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിൽ 1 വർഷം 0 മുതൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ, ഇപ്പോൾ പാസ് ഔട്ട് ഉള്ളവർക്കും പറ്റും. 1 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും പറ്റും. 21 മുതൽ 24 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത മെക്കാനിക്കൽ മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സിന്റെ പോസ്റ്റിലേക്ക് BE അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ യോഗ്യതയുള്ളവർക്ക് ആണ് അപേക്ഷ യോഗ്യത. അതുപോലെ ന്യൂമാറ്റിക്സ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റംസിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 2 മുതൽ 4 വർഷം വരെ പരിചയമുള്ളവർ അപേക്ഷിക്കുക. 23 മുതൽ 26 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സിനാണ് അതിനുവേണ്ടി യോഗ്യത. BE അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ യോഗ്യത ഉണ്ടായിരിക്കണം. 2 മുതൽ 4 വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 23 മുതൽ 26 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത മെക്കാനിക്കൽ മെയിൻ്റനൻസ് സൂപ്പർവൈസേഴ്സ് ആണ്. ഡിപ്ലോമ മെക്കാനിക്കൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 മുതൽ 4 വർഷം വരെ പരിചയം വേണം. 22 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ന്യൂമാറ്റിക്സിൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റംസിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് സൂപ്പർവൈസേഴ്സിന്റെ പോസ്റ്റുകളുണ്ട്. മെക്കാനിക്കൽ പോലെ തന്നെ അതിന് മെക്കാനിക്കൽ ഡിപ്ലോമ വേണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് സൂപ്പർവൈസേഴ്സിന് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ മെക്കാട്രോണിക്സ്, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ എന്നിവയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിനും 2 വർഷം മുതൽ 4 വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 22 മുതൽ 25 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ഡിപ്ലോമ മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളുണ്ട്. അതുപോലെ BTech ഇലക്ട്രിക്കൽ ഉള്ളവർക്കും BTech മെക്കാനിക്കൽ ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റിയുള്ള എഞ്ചിനീയറിംഗ് പോസ്റ്റുകളുണ്ട്. അതുകൂടാതെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരാണ് പ്രൊഡക്ഷൻ സൂപ്പർവൈസറായിട്ട് അപേക്ഷിക്കുന്നതിന് പ്രത്യേകം ഓർത്തിരിക്കുക. അതിന് പരിചയം ആവശ്യമില്ല. ഫ്രഷ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഇന്ത്യയിൽ ലഭിക്കുന്ന മികച്ച സാലറിയാണ് MRF-ൽ നിന്ന് ലഭിക്കുന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പം തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജ് ഒക്കെ അറിയാവുന്നതായിരിക്കണം അപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പരീക്ഷ പാസ്സാകുന്ന 60% മാർക്കോടെ ഈ പറയുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായവരായിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ MRF-ന്റെ വെബ്സൈറ്റായ www.mrftires.com/careers എന്ന സൈറ്റിൽ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ റെസ്യൂം, അതുപോലെ നേരത്തെയുള്ള സാലറി, ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത സാലറി, ഇമെയിൽ അഡ്രസ്സ്, ആധാർ നമ്പർ, കോൺടാക്ട് മൊബൈൽ നമ്പർ, അതുപോലെ റീസെന്റ് ആയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ നിങ്ങൾ എത്രയും വേഗം അയക്കുക. 7 ദിവസം അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, ഇൻട്രസ്റ്റ് ആണെങ്കിൽ, കാരണം നല്ലൊരു സാലറിയോട് ലഭിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് MRF-ലെ എന്നൊരു പ്രത്യേകം മനസ്സിലാക്കുക. നല്ല സാലറിയും അങ്ങനെയുള്ള പെർക്സും എല്ലാം ലഭിക്കുന്ന സ്ഥാപനമാണ്. അപ്പം അതിലെ താല്പര്യമുള്ളവർക്കൊക്കെ നേരത്തെ തന്നെ അപേക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.